കാശിയുടെ കേന്ദ്രബിന്ദു മണികർണികയാണ്. ഒരു ശരീരം ദഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കാശിക്ക് മഹാശ്മശാനം, പരമമായ ദഹനഭൂമി എന്ന പേരുള്ളത്. കാശിയിൽ മരണം ഒരു ആഘോഷമാണ്. കാരണം അവസാന നിമിഷത്തിൽ താരകമന്ത്രം ചൊല്ലുന്നത് ശിവൻ തന്നെയാണ്. ശരീരമൊഴിഞ്ഞ ആത്മാവിനെ ശിവഗണങ്ങൾ സൗമ്യമായി ഏറ്റുവാങ്ങി കൈലാസത്തിലേക്ക് നയിക്കുന്നു. മഹാഗുരുക്കന്മാർ പറയുന്നു, മരണം എന്നൊന്നില്ല. ജീവിതം ഒരു അനുഭവ തലത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റം മാത്രം. മരണസമയത്ത് പ്രാണൻ ഉടൻ ശരീരം വിടുന്നില്ല. ആ മാറ്റം 11 മുതൽ 14 ദിവസം. അതിനാലാണ് മരണാനന്തര കർമ്മങ്ങളും ക്രിയകളും അങ്ങനെ ഒരു ക്രമത്തിൽ നടത്തപ്പെടുന്നത്. കപാലമോചന തീർത്ഥം ഭഗവാന്റെ കയ്യിൽ നിന്നും തലയോട്ടി വീണ സ്ഥലം. അവിടെയാണ് ആദിമ കാലഭൈരവ ക്ഷേത്രം. ഇവിടെ ഭൈരവൻ പാപഭക്ഷണനായി. അവനെ ആശ്രയിക്കുന്ന ഭക്തരുടെയും തീർത്ഥാടകരുടെയും പാപങ്ങൾ അവൻ ഏറ്റെടുക്കുന്നു. കാലഭൈരവൻ ഭയത്തിനപ്പുറം നയിക്കുന്നവൻ. മരണത്തിൻ്റെ ഭയമല്ല, സമയത്തിൻ്റെ ഭയം. സമയത്തിൻ്റെ ഭയം പോയാൽ മറ്റെല്ലാ ഭയവും പോകും. അതിനാലാണ് കാശിയിൽ മുക്തി ഉറപ്പാണ് എന്ന് പറയപ്പെടുന്നത്. കാശിയുടെ 8 ദിക്കുകളിലായി 8 കാലഭൈരവ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അവ മുഴുവൻ മണ്ഡലത്തെയും സംരക്ഷിക്കുന്നവയാണ്. അവയാണ് ഉന്മത്ത ഭൈരവൻ, ക്രോധന ഭൈരവൻ, കപാല ഭൈരവൻ, അസിതാംഗ ഭൈരവൻ, ചണ്ഡഭൈരവൻ, രുരുഭൈരവൻ, ഭീക്ഷണ ഭൈരവൻ, സംഹാര ഭൈരവൻ. കാശിഖണ്ഡം പുരാണത്തിൽ കാശി ക്ഷേത്രം ശിവന്റെ ത്രിശൂലത്തിന്മേലാണ് നിലകൊള്ളുന്നതെന്ന് പറയപ്പെടുന്നു. 3 പ്രധാന ക്ഷേത്രങ്ങൾ ആ ത്രിശൂലത്തിൻ്റെ 3 പ്രധാന അഗ്രബിന്ദുക്കളായി കണക്കാക്കപ്പെടുന്നു. ഈ 3 ക്ഷേത്രങ്ങളാണ് മണ്ഡലത്തിൻ്റെ ആധാരബിന്ദുവായി പ്രവർത്തിക്കുന്നത്. അവയാണ് വടക്കിൽ ഓംകാരേശ്വരം, മധ്യത്തിൽ വിശ്വേശ്വരം, തെക്കിൽ കേദാരേശ്വരം. ഈ ഓരോ ക്ഷേത്രവും അതിൻ്റേതായ ഒരു ഊർജ വലയം അതിനു ചുറ്റും സ്ഥിതി ചെയ്യുന്നു.